നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള റോ ബീട്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ നല്ല റൂബി റെഡ് കളറിൽ ബീട്രൂട്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. 1 കപ്പ് ബീട്രൂട്ട് ഞാൻ തുരുവിയെടുത്തിട്ട് ഞാൻ ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പച്ച നിലക്കടല ഞാൻ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് തുരുവിയ തേങ്ങ ചേർക്കുന്നുണ്ട്. കുറച്ച് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ബീട്രൂട്ടിൻ്റെ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല, കുറച്ച് കുരുമുളകും 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ബീട്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര ഭംഗിയുണ്ട് അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിതിനൊരു ലൈറ്റ് മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് വറുത്തിടാം. അതിന് വേണ്ടി മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് കറിവേപ്പിലയും ഉണക്കമുളക് വിട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിടാം. ഇതിനെ നമുക്ക് ബീട്രൂട്ട് സാലഡിന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ അതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ബീട്രൂട്ട് സാലഡ് നമ്മൾ എപ്പോഴും നല്ല റൂബി റെഡ് കളറിൽ ബീട്രൂട്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഫ്രഷായിട്ട് വേണം ബീട്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ. അപ്പോൾ തന്നെ കഴിക്കുകയും വേണം. പിന്നെ നമ്മളിവിടെ പച്ച നിലക്കടല ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ആ പച്ച ടേസ്റ്റ് സാലഡ്ക്ക് നല്ലൊരു രുചി നമുക്ക് കിട്ടുന്നതായിരിക്കും സാലഡ് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് തുരുവിയ തേങ്ങ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് സാലഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.